ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചിട്ട് 35 വർഷം പിന്നിടുന്നു. അധ്യാപകരും ലാബ് അസിസ്റ്റന്റുമാരും പ്രിൻസിപ്പലുമല്ലാതെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മറ്റ് അധ്യാപകരില്ല. വർഷങ്ങൾ കഴിയുന്തോറും ഹയർ സെക്കൻഡറിയിലെ ജോലിഭാരം വർദ്ധിക്കുന്നു. 2014 മുതലുള്ള ബാച്ചുകളിൽ പിരീഡുകളുടെ എണ്ണത്തോടൊപ്പം 50 കുട്ടികൾ മിനിമം വേണമെന്ന വിചിത്രവാദവും ഉദ്യോഗസ്ഥർ ഉയർത്തുന്നുണ്ട്. അതിനാൽ ഹയർ സെക്കൻഡറി അധ്യാപകർ വലിയ പ്രതിസന്ധിയിലാണ്. ഹയർ സെക്കൻഡറി മേഖല ആരംഭിച്ചിട്ട് 35 വർഷം പിന്നിടുമ്പോഴും ഹയർ സെക്കൻഡറി അധ്യാപകരും ലാബ് അസിസ്റ്റന്റുമാരും പ്രിൻസിപ്പളും അല്ലാതെ ഹയർ സെക്കൻഡറി മറ്റ് ജീവനക്കാരില്ല. ക്ലർക്കിൻ്റെയും FTMൻ്റെയും ലൈബ്രറിയൻ്റെയും കായിക അധ്യാപകൻ്റെയും ജോലികൾ ചെയ്യാൻ ആരുമില്ല എന്നതാണ് സത്യം. വർഷങ്ങൾ കഴിയുന്തോറും ഹയർ സെക്കൻഡറി മേഖലയിൽ ജോലിഭാരം വർദ്ധിക്കുകയാണ്. സ്പെഷ്യൽ റൂൾസിൽ പറഞ്ഞിരിക്കുന്നതിനുപരിയായി ഒരു ജോലിയും അധ്യാപകർ പ്രിൻസിപ്പലിൻ്റെ തസ്തികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പരിഗണിച്ചിട്ടില്ല. പീരീഡുകളുടെ എണ്ണം കണക്കാക്കിയിരിക്കുന്നത് രണ്ടാം ഭാഷയുടെ കാര്യത്തിൽ ഒഴികെ നിയമനത്തിൻ്റെ ആധാരമാക്കിയാണ്. രണ്ടാം ഭാഷ അധ്യാപകരുടെ കാര്യത്തിൽ ഒഴികെ നിയമനത്തിന് കുട്ടികളുടെ എണ്ണം പരിഗണിക്കാറില്ല. എന്നാൽ മാർജിനൽ ഇൻക്രീസ് എന്ന പേരിൽ ചേർക്കുന്ന കുട്ടികളെ ഒന്നും തന്നെ ഇത്തരത്തിൽ രണ്ടാം ഭാഷ അധ്യാപകരുടെ പോസ്റ്റിന് വേണ്ടി പരിഗണിക്കാറില്ല. ഓരോ വർഷം കഴിയുന്തോറും ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ജോയിൻറ്റ് ഡയറക്ടർമാരും RDDമാരും ഇപ്പോൾ ജില്ലാ കോർഡിനേറ്റർമാരും ജില്ലാ CGമാരും AC കോർഡിനേറ്റർമാർ BRCക്കാർ തുടങ്ങിയവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്യുന്ന ജോലികൾക്കൊരു അവസാനവുമില്ല. സ്കൂൾ സമയത്ത് അക്കാഡമിക് കാര്യങ്ങൾ പൂർത്തിയാക്കി മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടണമെന്നാണ് ഈ സർക്കാർ ഉത്തരവ് പറയുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ഓഫീസുണ്ട്. ഓഫീസിൽ നിറയെ ജോലികളും ഉണ്ട്. എന്നാൽ ജോലിക്കാരില്ല. ഇത് അനീതിയാണ്. കേരളത്തിലെ എല്ലാ വകുപ്പിലും ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാൻ ചുമതലയുള്ളവരുണ്ട്. ഇവിടെ തസ്തിക ഉണ്ടെങ്കിലും ക്ലർക്കിനെ നിയമിച്ചിട്ടില്ല. മാനുവലായി ചെയ്തിരുന്ന ജോലികൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ ജോലിഭാരം കുറഞ്ഞില്ല. ക്ലർക്ക് ജോലിക്ക് വേണ്ട നൈപുണ്യവും അധ്യാപകർ ഇല്ല എന്നതും വസ്തുതയാണ്. അതിനാൽ ജോലിയുടെ കാഠിന്യം വർദ്ധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ക്ലർക്കിനെ അത്യാവശ്യമായി നിയമിക്കണം. ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ ജോലിഭാരം കുറഞ്ഞ ഹയർ സെക്കൻഡറി അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് വിവേകമില്ലായ്മയാണ്. ഇത് സ്പെഷ്യൽ റൂൾസിന് വിരുദ്ധമാണ്. ക്ലറിക്കൽ ജോലികൾക്കല്ല അധ്യാപകരെ നിയമിച്ചിട്ടുള്ളത്. 11 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ രേഖകളും 35,000-ൽ പരം അധ്യാപകരുടെ സർവീസ് രേഖകളും കൈകാര്യം ചെയ്യുന്നത് അതിൽ പരിശീലനം നേടാത്തവരാണ്. ഇതിൽ തെറ്റുകളും കാലതാമസവും സംഭവിക്കുന്നത് സ്വാഭാവികം. എന്നാൽ ഓരോ ദിവസവും കഴിയും തോറും വിവിധ വകുപ്പുകളിൽ നിന്നും വരുന്ന ക്ലറിക്കൽ ജോലികൾ കൂടി വരികയാണ്. ഇത് അക്കാദമി പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.